അതുമാത്രമല്ല ഏറ്റവും വിശ്വസ്തന്മാരിൽ വിശ്വസ്തനായ പശ്ചിമേഷ്യ കറസ്പോണ്ടൻറ്റ് അല്ലെങ്കിൽ പശ്ചിമേഷ്യ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, അദ്ദേഹം റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ വിശ്വസ്തനായ സന്തത സഹചാരി കിറിൽ ഡിമിട്രിയേവും ഈ രണ്ടുപേരും ചേർന്ന് ഒരു നക്കൽ തയ്യാറാക്കുകയാണ്. അത് റഷ്യൻ ഭാഷയിൽ തയ്യാറാക്കിയ നക്കലിൻ്റെ ചോർത്തപ്പെട്ട ഇംഗ്ലീഷ് പരിഭാഷയാണ് 28 പോയിൻ്റായി വന്നത്. ഇത് മനഃപൂർവ്വമായി ചോർത്തിയതാണോ, ചോർത്തപ്പെട്ടതാണോ, ഗൂഢ ഉദ്ദേശത്തിൽ നിർബന്ധമായി ചോർത്തിയതാണോ, ഇതിനെക്കുറിച്ച് കൃത്യമായി അറിവില്ല. പക്ഷേ 28 പോയിന്റിൽ ടെറിട്ടോറിയൽ ട്രാൻസ്ഫറാണ് മുഖ്യ വിഷയം. അതെ, ഉക്രൈൻ്റെ കിഴക്ക് ഭാഗത്തുള്ള റഷ്യ പിടിച്ചടക്കിയ, ഏതാണ്ട് പൂർണ്ണമായി പിടിച്ചടക്കിയ ഡോൺബാസ് മേഖല, അവിടെ 2 പ്രവിശ്യകളാണുള്ളത്. ലുഹാൻസ് പ്രവിശ്യ, അതുപോലെ രണ്ട് ലുഹാൻസും ഡൊണസ്ക് പ്രവിശ്യ. ഈ 2 പ്രവിശ്യകളുടെയും 80% റഷ്യയുടെ ഡിഫാക്റ്റോ അധീനതയിലാണ് ഇപ്പോൾ, കൈയടക്കി കഴിഞ്ഞു. എന്നാൽ 20% ഇപ്പോഴും ഉക്രൈൻ്റെ കൈവശമാണ്. ആ 20% കൂടെ ചേർത്ത് 100% ഡോൺബാസ് മേഖല റഷ്യയുടെ ഭാഗമായി ഔപചാരികമായി ഉക്രൈൻ അംഗീകരിക്കണം എന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഭാഗികമായി പിടിച്ചെടുത്ത 2 പ്രവിശ്യകൾ, ഖേഴ്സൺ പ്രവിശ്യയും സപ്രോഷ്യ, ഒരു ആണവ നിലയമൊക്കെ സ്ഥിതി ചെയ്യുന്ന പ്രവിശ്യയാണ് സപ്രോഷ്യ, ഈ പ്രവിശ്യയും, അത് ഏതാണ്ട് റഷ്യ കൈയടക്കിയ ഭാഗം റഷ്യക്ക് അവകാശപ്പെട്ടത്. അതോടൊപ്പം 2014 കൈയടക്കിയ ക്രൈമിയ പെനിൻസുല, അതായത് ഈ കരിങ്കടലിലേക്കുള്ള റഷ്യയുടെ ഒരു വലിയ വാതായനമാണ് ഈ പറയുന്ന മേഖല, തന്ത്രപ്രധാനമായ മേഖല. റഷ്യ ഈസ് സീക്കിംഗ് വാം വാട്ടർ ആക്സസ്. കാരണം റഷ്യയുടെ കടലുകൾ വടക്കാണ്, നോർത്ത് സീ ആണ്, ആർട്ടിക് ഓഷ്യനാണ്. അവിടെ മഞ്ഞുറഞ്ഞ് കിടക്കുമ്പോൾ ഗതാഗതത്തിന് പറ്റിയ കപ്പൽ മേഖലകൾ ഉണ്ടാവണം. അത് കുറച്ചുകൂടി ബെറ്റർ നാവിഗബിളാണ് ബ്ലാക്ക് സീ. അതുകൊണ്ട് അസോവ് കടല്, ബ്ലാക്ക് സീ, ഇതെല്ലാം ചേർന്ന ഭാഗമാണ്. അതുകൊണ്ട് ഒരു ലാൻഡ് ബ്രിഡ്ജ് അവിടെ രൂപപ്പെടുകയാണ്. അത് വടക്ക് നിന്ന് ഡോൺബാസ് മേഖലയിലെ ഈ 2 പ്രവിശ്യകൾ കടന്ന് സപ്രോഷിയയിലേക്കും ഖേഴ്സണിലേക്കും വന്നുകൊണ്ട് അവിടുന്ന് ലാൻഡിലൂടെ തന്നെ, കടലിലൂടെയല്ല ലാൻഡിലൂടെ തന്നെ ഇവിടെ ക്രൈമിയയിലേക്ക് കടക്കാവുന്ന രീതിയിൽ റഷ്യ ടെറിട്ടോറിയൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുകയാണ്. ഇതിന് അമേരിക്ക കൂട്ടുനിൽക്കുകയാണ്.